അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീടുകളിൽ സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. പാലും കൊണ്ട് വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ലിറ്റർ പാൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാൽ നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. പാൽ ഇതുപോലെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് 1 മിനിറ്റോളം ഇതുപോലെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നമ്മൾ മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പിൽ ഒരു 3/4 ഭാഗത്തോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. മധുരത്തിൻ്റെ കുറച്ചൊരു കുറവും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/4 കപ്പ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ആണെങ്കിലും അതിനകത്ത് കിടന്ന് നന്നായിട്ട് തന്നെ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ പഞ്ചസാര ആണെങ്കിലും ഇവിടെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ്. 1/2 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് കറക്റ്റ് 1.5 ടേബിൾ സ്പൂൺ റവയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. റവയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയതായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ഒരുപാടല്ല, ചെറിയതായിട്ടൊന്ന് കുറുക്കി കിട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം ഇത് ഇവിടെ നിന്ന് കുറുകി വരുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, അത്യാവശ്യം ഇതൊന്നും ഇവിടെ കുറുകി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോയി വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു റവയുടെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ കറക്റ്റ് നമുക്ക് വേണ്ടത്. ഇതിൽ ഒരുപാട് കുറുകി പോകരുത്. അതുപോലെ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം വേണം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതിൽ മുട്ടയും കൂടി ചേർക്കുന്നതാണ്. അപ്പോൾ ചൂട് ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 2 മുട്ട പൊട്ടിച്ചൂറ്റി കൊടുക്കുകയാണ്. മുട്ടയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും പിന്നെ ഒരു മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ തന്നെ ഞാൻ ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആവിയിലൊന്ന് വേവിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ഏത് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടാണോ വേവിച്ചിട്ടെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് നന്നായിട്ട് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയൊരു കേക്ക് ടിന്നാണ്. കേക്ക് ടിന്നിന് പകരം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുഴിയുള്ള ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ആവിയിലൊക്കെ വേവിക്കാൻ പറ്റുന്ന ടൈപ്പ് നല്ല കട്ടിയുള്ള ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളും എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഞാനിതിൽ നെയ്യൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം. ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളമൊന്നും ഇറ്റിറ്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ആവിയിൽ നിന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സ്റ്റീമറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടോ ഇത് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഇതൊരു ചെറിയ സ്റ്റീൽ പാത്രം കൂടെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇതിൽ നിന്ന് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക.
ഇനി നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഇത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു മൂടിയിലുള്ള ഒരു ഹോൾ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 30-35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആവിയിൽ നന്നായിട്ട് ഇത് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെയും നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ കുറച്ചൊരു മാറ്റം വരുന്നതായിരിക്കും. ഏകദേശം ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് വെന്തില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഇതൊരു 35 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ നമ്മളൊന്ന് കുത്തി നോക്കുക കേട്ടോ, അകം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അകം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇത് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇത് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ ചൂട് പോയിട്ട് നല്ലപോലെ അത് തണുത്ത് വന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ഒരു പുഡിങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഒരു സൈഡൊക്കെ വിട്ട് വരാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാത്രം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഞാൻ ഒരു കത്തി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതുപോലെ നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലും കൊണ്ടുള്ള നല്ല സോഫ്റ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ നമുക്കിതിൽ ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.